സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഏതൊരു അനുഗ്രഹവും പരീക്ഷണം കൂടിയാകും. ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ ആരോഗ്യം തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ആരോഗ്യം തരാതെ പരീക്ഷിക്കും. നേരത്തെ ആരോഗ്യം തന്ന് പിന്നെ ചില രോഗങ്ങൾ തന്ന് അനാരോഗ്യം തന്ന് അങ്ങനെ പരീക്ഷിക്കും. സമ്പത്ത് തരുന്നത്, അള്ളാഹു തരുന്നത് പരീക്ഷണമാകും, തരാതിരിക്കുന്നത് പരീക്ഷണമാകും. കുറെ കാലം തന്നു പിന്നീട് അത് തരാതുന്നു, അങ്ങനെ പരീക്ഷണമാകാം. അതല്ലെങ്കിൽ കുറെ കാല സമ്പത്ത് ഇല്ലാതെ കുറെ സാമ്പത്തിക പ്രയാസം അനുഭവിച്ച് അങ്ങനെ ജീവിച്ചു, പിന്നീട് നന്നായി സമ്പത്ത് തന്നു, ഇങ്ങനെയൊക്കെ വരാം. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് തരത്തിലും വിജയിക്കുക എന്നതാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് കൊണ്ട് ഉള്ളതിന് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അത് സമ്പത്ത് എന്ന അനുഗ്രഹം മാത്രമല്ല, ഏതനുഗ്രഹവും അള്ളാഹു തന്നതിന് ഉള്ളതിന് ശുക്ർ ചെയ്യാം. ആ ഉള്ളതിന്റെ വില പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ അത്ര ഇല്ലാത്തവരിലേക്ക് നോക്കുമ്പോഴാണ്. പലപ്പോഴും മനുഷ്യന്റെ ഒരു അവസ്ഥ നമ്മെക്കാൾ മേലെ ഉള്ളവരിലേക്ക് മാത്രം നോക്കും എന്നതാണ്. അപ്പോൾ നമുക്കുള്ളതിന്റെ വില അറിയാൻ സാധിക്കില്ല പലപ്പോഴും. അതേസമയം നമുക്ക് ഇത്ര ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഇത്രയും ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കണം. അപ്പോഴാണ് ഇത്ര എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്ന്. മേലെയുള്ളവരിലേക്കല്ല, താഴെയുള്ളവരിലേക്ക് നോക്കുക. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കാൻ, അതിനെ നിസ്സാരമായി കാണാതിരിക്കാൻ നല്ലത് അതാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വില കൊടുക്കണം, അതിനാ നിലയ്ക്ക് കാണണം എന്ന്. അപ്പോ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് നമ്മളെക്കാളും കുറവുള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു തന്നതിന്റെ വില അറിയാൻ അങ്ങനെ വില അറിയണം. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ശുക്ർ ചെയ്യാനും സാധിക്കും.